മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണ്, ദുഃഖവെള്ളി എന്ന് പറയും. എന്തുകൊണ്ടാണ് ദുഃഖിക്കുന്നതെന്ന് ഞാനും കുറേ ദിവസമായിട്ട് ചിന്തിക്കുന്നുണ്ട്. എന്താണ് ഈ ദുഃഖം? യേശുക്രിസ്തു മരിച്ചു എന്നുള്ള ഒരു ദുഃഖം ഒക്കെയാണ് ഈ ദുഃഖം എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാനുള്ള കാരണം. എന്നാൽ ഇംഗ്ലീഷിൽ വന്നപ്പോൾ അത് ഗുഡ് ഫ്രൈഡേ ആയി. ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് നല്ല ഫ്രൈഡേ എന്നുള്ളതാണ്. എന്താണ് ഈ നല്ലത് എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു തൻ്റെ ദൗത്യം ഈ ലോകത്തിൽ തീർത്തു എന്നുള്ളതാണ് അതിനകത്ത് നല്ല കാര്യം എന്ന്. എന്താണ് ദൗത്യം എന്ന് ചോദിച്ചാൽ, നമ്മളെ രക്ഷിച്ചു, പിശാചിൻ്റെ അടിമത്തത്തിൽ കിടന്ന് നമ്മളെ രക്ഷിച്ചു. അതാണ് യേശു ചെയ്ത ദൗത്യം. അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്, അവനിൽ വിശ്വസിക്കാത്തവർക്ക് നിത്യജീവനില്ല. നിത്യജീവൻ തരുവാനായിട്ടാണ് കർത്താവ് വന്ന് അവൻ നമുക്ക് നിത്യജീവൻ തന്നു. അതെങ്ങനെയാണ്? അവനിലുള്ള വിശ്വാസം. 2000 വർഷത്തിന് മുമ്പ് മരിച്ച കർത്താവിൽ വിശ്വസിച്ചാൽ എങ്ങനെയാണ് നമുക്ക് നിത്യജീവൻ പ്രാപിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതൊരു നോർമലായിട്ടൊരു ആർക്കും ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. 2000 വർഷം മുമ്പ് നടന്നൊരു ഇൻസിഡൻറ്റിൽ നമ്മളെങ്ങനെയാണ്, അത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയിലുള്ള കാര്യമാണ്. നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞതാണ്. ആ രക്തത്താലുള്ള വിമോചനം, കർത്താവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന ഒന്നാണ്, മനുഷ്യനെ വിടുവിക്കാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് കർത്താവ് വന്നു, ആ ദൗത്യം യേശുക്രിസ്തു കാൽവറിയിൽ നിർവഹിച്ചു. കാൽവറി ക്രൂശിൻ്റെ ചിന്തകൾ ആണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഇന്ന് യേശു മരിച്ചതിനെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് നമ്മൾ ഇവിടെ ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, യേശു ക്രൂശിൽ മരിച്ചു. പേർഷ്യൻ കൾച്ചറിൽ നിന്ന് വന്ന ക്രൂശ്, റോമൻ സാമ്രാജ്യം അത് ഏറ്റവും ഹീനകരമായിട്ടുള്ള ക്രിമിനൽസിനെ ക്രൂശിക്കാനായിട്ടാണ് എടുത്തത്. അത് മാത്രമല്ല, 2 കള്ളന്മാരുടെ മധ്യയിലാണ് കർത്താവിനെ ക്രൂശിച്ചത്. തലയോടിടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ക്രൂശ് ചുമന്നുകൊണ്ട് പോയിട്ടാണ് ക്രൂശിച്ചത്. ഈ സിറ്റിയിൽ നിന്ന് അല്പം വിട്ട ഒരു സ്ഥലമാണ് ഈ തലയോടിടം, ഒരു കുന്നാണ്. അവിടെ എന്താണ് ഈ ക്രൂശിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ക്രൂശിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഈ ഇരുമ്പാണികൾ കാലിലും കയ്യിലും അടിച്ചിട്ടുണ്ടാവും. വേറെ കെട്ടുകളൊന്നും കാണത്തില്ല. ഈ കയ്യിലും കാലിലും ഉള്ള, ഈ 2 കയ്യിലും കാലിലുമുള്ള ഇരുമ്പാണികളിൽ ഏകദേശം 60 പൗണ്ട് വെയിറ്റുള്ള ഈ ക്രൂശിനകത്ത് തൂങ്ങി കിടക്കുമ്പോൾ, അത് മാത്രമല്ല വേറെ ഒരുപാട് പീഡനം ഉണ്ടല്ലോ. അതായത് ഇതിൽ കൂടി ഇങ്ങനെ രക്തമൊക്കെ വന്ന് കുറേ കഴിയുമ്പോൾ ഈ ആൾ മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ അവരെ ആരും എടുത്തുകൊണ്ടൊന്നും വരികയില്ല, അവർ ആ ക്രൂശിൽ തന്നെ കിടക്കും. അവിടെ ഒരുപാട് വൾച്ചേഴ്സ്, കഴുകന്മാരുണ്ട്. അവർ വന്ന് 2-3 ദിവസം കൊണ്ട് ഈ ശരീരമെല്ലാം കൊത്തിപ്പറിച്ച് തിന്നും. അതാണ് ക്രൂശീകരണത്തിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ക്രൂശീകരണം ഉണ്ടാകുന്നത്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം, യേശു നേരത്തെ കഴിഞ്ഞ ദിവസം ഗെത്സമന പ്രയറുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. അതിനുശേഷം യേശുവിനെ അന്ന് രാത്രിയിൽ തന്നെ ഇസ്കരിയോത്ത് യൂദ ഒറ്റിക്കൊടുക്കുന്നു. ഒറ്റിക്കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് മഹാപുരോഹിതന്മാരുടെയും സംഘങ്ങളും ചേവകരും എല്ലാവരും കൂടെ വന്ന് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. പല കോർട്ടുകളിലെ മഹാപുരോഹിതന്മാരുടെ, കാരണം യവൻ യഹൂദന്മാരുടെ രാജാവാണല്ലോ, യഹൂദന്മാരുടെ ഇടയിൽ പിറന്നവനാണ്. അപ്പോൾ ഈ ചർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് പ്രധാനമായിട്ട് എടുക്കുന്നത്. ഈ യഹൂദന്മാരെ ഭരിക്കുന്ന റോമൻ സാമ്രാജ്യവും അവിടെ ഡിസിഷൻ എടുക്കേണ്ട ഗവർണർ പീലാത്തോസുമാണ്. ഒരാളിനെ കൊല്ലുകയും വിടുവിക്കുകയൊക്കെ ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളത് പീലാത്തോസിനാണ്, അല്ലാതെ എവർക്കുള്ള അധികാരമില്ല. മഹാപുരോഹിതനായിട്ടുള്ള കയ്യഫാസിനൊന്നും അതിന് അധികാരമില്ല. അതുകൊണ്ടാണ് കയ്യഫാസ് അങ്ങോട്ടേക്ക് അയക്കുന്നത്. കയ്യഫാസിൻ്റെ അവിടെ വന്നിട്ട് പോലും അവസാനം യേശുവിനെ തുപ്പുകയും അടിക്കുകയും ആട്ടുകയും ഒക്കെ ചെയ്ത് ചാട്ടവാറൊക്കെ അടി കൊണ്ടിട്ടാണ് പിന്നെ പീലാത്തോസിൻ്റെ അരികെ വരുന്നത്. പീലാത്തോസും അവനെ അടുപ്പിച്ചു എന്ന് കാണുന്നു. ഈ അടുപ്പിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ, ആ ചാട്ടയുടെ തുമ്പിൽ ചെറിയ മെറ്റൽ പീസുണ്ട്, അത് ശരീരത്തിൽ ആഴ്ന്നിറങ്ങും. അങ്ങനെ അടിക്കുമ്പോൾ ശരീരത്തിൽ നിന്നുള്ള തോലൊക്കെ ഇങ്ങനെ മാറിപ്പോകും. ചില ആളൊക്കെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതിൻ്റെ ആ പീഡനത്തിൻ്റെ മുറകളുമൊക്കെ അതിനകത്ത് നന്നായിട്ട് ചിത്രീകരിച്ച് കാണിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത്, യേശു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു എന്നാണ് സാധാരണ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതല്ല. യേശു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളിത് വിചാരിക്കും, എന്താണ് ഇങ്ങനെ പറയുന്നത്, ഹാർട്ട് അറ്റാക്ക് വന്ന് എങ്ങനെയാണ് മരിച്ചത് യേശു എന്നുള്ളത്. സയൻറ്റിഫിക്കായിട്ട് അത് പിന്നീട് മെഡിക്കൽ വിങ് അതിനെക്കുറിച്ച് പിന്നെ ഒരുപാട്
ചിന്തിച്ച് അവരെ വിശകലനം ചെയ്തപ്പോൾ യേശുക്രിസ്തു മരിച്ചത് ഹാർട്ട് അറ്റാക്കിലാണ് എന്നുള്ളൊരു ചിന്തയാണ് വന്നത്. 2-3 വ്യൂസ് ഉണ്ട്, അതെല്ലാം ഞാൻ പറയാം എങ്ങനെയാണ് മരിച്ചതെന്നുള്ളത്. എന്നാൽ 2-3 കാര്യങ്ങൾ ഇതുമായിട്ട് ചേർന്ന് ബൈബിളിലെ വാക്യങ്ങൾ ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 19:31 തൊട്ട് വായിക്കാം. അന്ന് ഒരുക്കനാളും ശബത്ത് നാൾ വലിയതും ആകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുതെന്ന് വെച്ച് അവരുടെ കാലൊടിപ്പിച്ചെടുക്കണം എന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. ഒരിക്കലും ഇല്ലാത്തൊരു പ്രക്രിയ. ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും സാധാരണ നടക്കുന്നതല്ല. ഈ ക്രൂശിൽ വരുന്നവരെ അവിടെ വന്ന് വൾച്ചേഴ്സ് തിന്നുന്നതാണ്. ഇത് ശബത്തിൻ്റെ തലേന്ന് ദിവസം ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പീലാത്തോസിനെ യഹൂദന്മാർ അപേക്ഷിക്കുകയാണ്. ആകയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തവൻ്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവൻ്റെയും കാലൊടിച്ചു. 2 ക്രിമിനൽസിൻ്റെയും കാലൊടിച്ചു. അവർ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവൻ്റെ കാലൊടിച്ചില്ല. യേശുവിൻ്റെ കാലൊടിച്ചില്ല, യേശു മരിച്ചുപോയി. യേശു എന്തത്ര പെട്ടെന്ന് കയറി മരിക്കുന്നത് എന്ന് ചിന്തിച്ചു. അത് പീലാത്തോസിനും ആ ചിന്ത വന്നു എന്നാണ് പറയുന്നത്. പിന്നീട് പീലാത്തോസിൻ്റെ അടുക്കൽ ശരീരം വാങ്ങാനായിട്ട് ചെന്നപ്പം യേശു നേരത്തെ അങ്ങ് മരിച്ചു എന്നുള്ളൊരു ചിന്ത വന്നു. പീലാത്തോസിനും വന്നു. യേശു മരിച്ചു, ഓക്കെ, എന്താ അവൻ്റെ കാലൊടിച്ചില്ല. അത് മാത്രമല്ല, അതൊരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. അവൻ്റെ ഒരു അസ്ഥി പോലും ഒടിയത്തില്ല എന്ന് പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആര് നോക്കിയാലും ഒടിക്കാൻ പറ്റത്തില്ല. ഇവിടെ യഹൂദന്മാർ വന്നിട്ട് പടയാളികൾ വന്നിട്ട് ഒടിക്കാൻ നോക്കിയപ്പോൾ മരിച്ചു പോയതുകൊണ്ട് ഒടിക്കേണ്ട ആവശ്യമില്ല. ഒടിക്കുന്നത് എന്തിനാണ്? പെട്ടെന്ന് മരിക്കാൻ വേണ്ടിയാണ് ഈ ഒടിക്കുന്നത്. അസ്ഥികൾ ഒടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മരിക്കും. ഈ ഒടിക്കുന്നത് വെച്ചാൽ കൈവച്ച് ഇങ്ങനെ ഒടിക്കുകയല്ല, വലിയ ഇരുമ്പ് ദണ്ട് കൊണ്ടുവന്നിട്ട് അതിനകത്ത് അടിക്കുകയാണ് ചെയ്യുന്നത്. അടിക്കുമ്പോഴാണ് പൊട്ടുന്നത്, അങ്ങനെയാണ് പൊട്ടിക്കുന്നത്. അല്ലാതെ വന്നിട്ട് കൈവച്ചിങ്ങനെ പിടിച്ച് ഒടിക്കുകയൊന്നുമല്ല, ഇരുമ്പ് ദണ്ട് കൊണ്ടുവന്ന് ഒട്ടിച്ചാണ്. അന്നേരം കർത്താവിൻ്റെ ശരീരം ആ സമയത്ത് ഇരുമ്പ് ദണ്ട് കൊണ്ടുവന്ന് അടിച്ച് അസ്ഥി ഒടിക്കാനായിട്ട് അവിടെ ദൈവം ആഗ്രഹിച്ചില്ല. അവൻ്റെ കാലൊന്നും ഒടിച്ചില്ല. അപ്പോഴ് എവർക്ക് വീണ്ടും സംശയം തോന്നി. പടയാളിലൊരുത്തൻ ഒരു കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തി. വിലാപ്പുറം എന്ന് പറയുന്ന ഹിസ് സൈഡ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. എന്നാൽ ആ കുത്ത് സൈഡിൽ കൂടെ പോയാൽ എങ്ങോട്ട് ചെല്ലുമെന്ന് വെച്ചാൽ അത് ഹാർട്ടിലേക്കാണ് ചെല്ലുന്നത്. ആ കുത്ത് വിലാപ്പുറത്ത് കുത്തിയെന്ന് പറയാൻ ഹാർട്ടിലേക്ക് പോയി കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇതാണ് എഴുതിയിരിക്കുന്നത്. 36-ാം വാക്യത്തിൽ അവൻ്റെ അസ്ഥി ഒന്നും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള തിരുത്തൊഴി നിവർത്തി ചെയ്യേണ്ടതിന് സംഭവിച്ചു എന്നും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവനിലെ കുത്തിയെങ്കിലേക്ക് നോക്കും എന്നൊരു തിരുവെഴുത്തും താഴെയുണ്ട്, അതും പറയുന്നുണ്ട്. ഈ തിരുവെഴുത്തുകളൊക്കെ നിവർത്തിയാവാൻ വേണ്ടിയാണ്. ഒരുത്തൻ വന്ന് കുത്തി, ഒരുത്തൻ ഒടിക്കാൻ വന്നു, നടന്നില്ല. അതിന് ഈ ബ്രൂട്ടൽ ഫോം ഓഫ് എക്സിക്യൂഷൻ, ഈ ക്രൂസിഫിക്കേഷൻ, മനുഷ്യ ശരീരം അതിലിങ്ങനെ 3 ആണികളിൽ കിടന്ന് സംഭവിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എന്താണെന്ന് ചോദിക്കുന്നത്, ഇതൊരു ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ്. ഇത് ചെയ്യുമ്പോൾ ക്രൂശിക്കപ്പെട്ട ഏതെങ്കിലും ഒരാൾ അത് രീതിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഈ പടയാളി ആരാണ് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുന്നത്, അവനാണ് ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോഴേ ഈ തലേ ദിവസം തൊട്ട് യേശുവിനെ വിധിക്കുമ്പോൾ തന്നെ അടിയും തുപ്പും ഒക്കെ ആയിട്ട് യേശുവിന് ഇമോഷണൽ സ്ട്രെസ്സ് ധാരാളമായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ ഈ യേശുവിൻ്റെ മുതുകത്ത് ഒരുപാട് അടിച്ചു കഴിഞ്ഞിട്ട് ഈ 60 പൗണ്ട് വെയിറ്റുള്ള കുരിശെടുക്കാൻ പോലും കർത്താവിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് വയലിൽ നിന്ന് ശീമോനെ വരുത്തി കുരിശെടുപ്പിച്ചത്. കാരണം വെക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ എല്ലാം അങ്ങ് ഈ ശരീരത്തിൻ്റെ ഈ ദശ അല്ലെങ്കിൽ മാംസം പുറത്തേക്ക് തള്ളി നിൽക്കുകയായിരുന്നു. ആ ഒരു രീതിയിലായിരുന്നു. ഇഞ്ചുറി, ബ്ലഡ് ലോസ്, ധാരാളം ബ്ലഡ് ശരീരത്തിൽ നിന്ന് ഒഴുകിപ്പോയി. അത് വീക്ക്നെസ്സിനകത്തേക്ക് കൊണ്ടുപോയി. വീക്ക്നെസ് വന്നു, ധാരാളമായിട്ടുള്ള വീക്ക്നെസ് വന്നതിന് ശേഷം അവൻ ഒരുപാട് വിയർത്ത് കാണും, സ്വെറ്റ് ചെയ്ത് കാണും. ഇതിൻ്റെ കൂടെ തലയിലെ മുൾക്കിരീടം വെച്ച് അത് അടിച്ചു കയറ്റി, അതിൽ കൂടി ചോര ഇങ്ങനെ വരികയായിരുന്നു. അങ്ങനെ ഒരുപാട് ബ്ലഡ് ലോസ് വന്നു. അതുപോലെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടി. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഈ ബ്ലഡ് ലോസും ഈ ട്രോമയും സ്ട്രെസ്സും എല്ലാം വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഈ ബ്ലഡിലുള്ള pH ന്യൂട്രലിൽ നിന്ന് അസിഡിക്കായിട്ട് ഷിഫ്റ്റ് ചെയ്തു. ഞാനല്ല പറയുന്നത്, ഇതെല്ലാം മെഡിക്കൽ സയൻസ് പറയുന്ന കാര്യമാണ്. അത് ഈ ബ്ലഡ് pH നോർമലായിട്ടുള്ള pHൽ നിന്ന് അസിഡിക്കായിട്ടുള്ള pHലേക്ക് ഷിഫ്റ്റ് ചെയ്തു.
കാരണം കയ്യഫാസിൻ്റെ വീട്ടിൽ വെച്ച് തന്നെ ചാട്ടവാറടി കൊണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളാണ്. കഴിഞ്ഞ 24 hours കൂടുതലായി ഇപ്പം ഈ വിഷയങ്ങൾ ഇങ്ങനെ ആകുന്നത്. ക്രൂശി കിടത്തി അങ്ങനെ ഈ 3 ആണികളിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ആ വെയിറ്റ് എല്ലാം ബോഡി തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ ബ്ലഡ് ലോസും ഒക്കെ വന്ന് ട്രൗമയും എല്ലാം വന്നതിന് ശേഷം ഈ അസിഡിറ്റി മാറിയതിന് ശേഷം എന്താ, അസിഡിറ്റിയിലേക്ക് pH നോർമലിൽ നിന്ന് അസിഡിലേക്ക് മാറിയതിന് ശേഷം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നില്ല. കഗുലോപ്പൊതി എന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. എന്ന് വെച്ചാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്ന് ബ്ലഡ് പുറത്ത് വന്നത്. സാധാരണ മരിച്ച ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ബ്ലഡ് പുറത്ത് വരത്തില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്നാൽ ഇവിടെ ബ്ലഡ് പുറത്തു വന്നു, രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് കാണുന്നു. അപ്പോൾ അതിന് വേറൊരു കാരണമുണ്ട്. ഞാനൊരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. സങ്കീർത്തനം 69:20 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മരണവുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സങ്കീർത്തനമാണ്. നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു. റിപ്രോച്ച് ഹാത്ത് ബ്രോക്കൺ മൈ ഹാർട്ട്. നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു. മനുഷ്യരുടെ നിന്ന മുഴുവൻ കർത്താവ് ഏറ്റെടുത്തു. കർത്താവിൻ്റെ ഹൃദയം തകർന്നു. കർത്താവിൻ്റെ ഹൃദയം തകർന്നപ്പോഴെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഹാർട്ട് പേഷ്യൻസ് അല്ലെ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഹൃദയത്തിൻ്റെ പുറത്തൊരു പെരികാർഡിയം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ പെരികാർഡിയത്തിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകാനുള്ള കാണാം. ഹാർട്ട് അറ്റാക്ക് പേഷ്യൻറ്റിനെ, ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചവരെ നോക്കിക്കഴിയുമ്പോൾ ആ ഹൃദയത്തിൻ്റെ പുറത്ത് ആ പെരികാർഡിയത്തിൽ ബ്ലഡ് ക്ലോട്ട് കാണാം എന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. എന്നാൽ ഇവിടെ ബ്ലഡ് ക്ലോട്ടല്ല ഉണ്ടായേ, അതിന് പകരമായിട്ട് അവിടെ നിന്ന് രക്തവും വെള്ളവും കുത്തിയ സമയത്ത് പുറപ്പെട്ടു. കാരണം അത് അസിഡിക്കായിരുന്നു. മരിച്ച ആളിൽ ഒരിക്കലും ഉണ്ടാകാത്തതാണ്. എന്നാൽ അവനിൽ നിന്ന് രക്തം പുറപ്പെട്ടു. നമ്മളൊരു പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ, അവനിൽ നിന്ന് രക്തനദി പുറപ്പെട്ടു എന്ന്. അതിനെക്കുറിച്ച് ഇമ്മാനുവേൽ തൻ ചങ്കതിൽ നിന്നൊഴുകും രക്തം എന്നുള്ളൊരു പാട്ടൊക്കെ നമ്മൾ പാടാറുണ്ടല്ലോ. അവനിൽ നിന്നൊഴുകുന്ന രക്തം അവനെ കുത്തിയപ്പോഴും അവൻ്റെ സൈഡിൽ നിന്നൊഴുകി. അപ്പോഴെന്താണത് കാണിക്കുന്നത്? റിപ്രോച്ച്, നിന്ന അവൻ്റെ ഹൃദയത്തെ തകർത്തു. യേശുക്രിസ്തു നിങ്ങളുടെയും എൻ്റെയും പാപവും സകല പാരവും ഏറ്റെടുത്ത് കാൽവറി ക്രൂശിൽ ഈ വലിയ ഈ അഗണി കൂടെ പോയപ്പോഴേ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. യേശുക്രിസ്തു ഹൃദയാഘാതത്തിൽ മരിച്ചു എന്ന് ബൈബിളിൽ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. സങ്കീർത്തനം 69:20. അതെങ്ങനെയാണ് ആ തകർച്ച വന്നതെന്നുള്ളതാണ് ഞാൻ ഇതുവരെയും എക്സ്പ്ലെയിൻ ചെയ്തത്. അതിനകത്തുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞു, സ്ട്രെസ്സ്, മെൻ്റൽ സ്ട്രെസ്സ്, ആഗണി, ഫാറ്റൽ സ്റ്റാബ് വൂൺസ്, ഫെയ്റ്റലായിട്ട് അവരെ ഉപദ്രവിച്ചു. അതേസമയം അതുമായിട്ട് ബന്ധപ്പെട്ട് കഗുലോപ്പൊതി എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതെ അസിഡിക്കായി ഫോം ചെയ്തു. വീക്ക്നെസ്, കൺഫ്യൂഷൻ, ആങ്സൈറ്റി, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി പാപം ഏറ്റെടുത്ത് നിന്ന ചുമന്നു. പാപം ചുമന്നുകൊണ്ട് പോയി. അങ്ങനെ കർത്താവ് മരിച്ചതായിട്ട് കാണുന്നു. തലേ ദിവസം പെസഹയന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ നിവർത്തി എന്ന് പറഞ്ഞാൽ ലൂക്കോസ് 22:20 അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. ദിസ് കപ്പ് ഈസ് ന്യൂ കവനന്റ് ഇൻ മൈ ബ്ലഡ്. പുതിയ നിയമം ആണ് വരുന്നത്. യിരെമ്യാ പ്രവചനം 31 ആ പറയുന്ന പ്രൊഫസി, 31 31 മുതൽ 34 വരുന്ന പ്രൊഫസി, ഞാൻ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായി ഇരിക്കും എന്നുള്ള പ്രൊഫസി. ഐ വിൽ റിമെമ്പർ, അവരുടെ അകൃത്യം മോചിക്കും, ഇനി പാപം ഒരിക്കലും ഞാൻ ഓർക്കയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ആ ഒരു പ്രൊഫസി ആണ് അവിടെ ഫുൾഫിൽ ചെയ്യുന്നത്. അതാണ് പുതിയ നിയമം. പുതിയ നിയമം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ ക്രൂശ് മരണത്താൽ നമ്മൾക്ക് വീണ്ടെടുപ്പ് വന്നു, പാപമോചനം വന്നു എന്നുള്ള പുതിയ നിയമം. മത്തായി 26:28 അത് പറയുന്നു, ദിസ് ഈസ് മൈ ബ്ലഡ് ഓഫ് കവനന്റ് വിച്ച് ഈസ് പോർഡ് ഔട്ട് ഫോർ മെനി ഫോർ ദ ഫോർഗിവ്നെസ് ഓഫ് സിൻ. അനേകമായുള്ള പാപങ്ങൾ മോചിക്കുന്നതിന് വേണ്ടി ഒഴുക്കുന്ന എൻ്റെ പുതിയ നിയമത്തിലെ രക്തം, പുതിയ നിയമത്തിൻ്റെ രക്തം ആയ കർത്താവ് അത് ഒഴുക്കാനായിട്ട്
അതാണ് അവിടെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടത്. അതെല്ലാം പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ ചോര മുഴുവൻ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു, നമ്മളെ വീണ്ടെടുക്കുവാനായി എന്നുള്ള ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസത്തിലെ ഈ വീണ്ടെടുപ്പിൻ്റെ കർത്താവ് ചെയ്ത വില, അതിന് കൊടുത്ത കോസ്റ്റ് എത്ര വലുതാണെന്ന് നമ്മൾ ചിന്തിക്കുക. ഈ വലിയ വില കൊടുത്ത് കർത്താവ് എന്നെ വീണ്ടെടുക്കാൻ ചെയ്തെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഞാൻ അതിന് പകരമായിട്ട് അവന് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ? ഒന്നും ദൈവം ഡിമാൻഡ് ചെയ്യുന്നില്ല. ഒരേ ഒരു കാര്യം ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ, നിങ്ങളിതൊന്ന് വിശ്വസിക്കുമോ? എങ്കിൽ എൻ്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം, ആന്തരിക സൗഖ്യം, മാനസിക സൗഖ്യം, ശാരീരിക സൗഖ്യം അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അതിന് ദൈവം ഇന്നും ദൈവത്തിൻ്റെ ഹൃദയം നമ്മൾ തുറന്ന് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നമുക്ക് വേണ്ടി. നീ വരുമോ, തരുമോ, നീ അത് അക്സെപ്റ്റ് ചെയ്യുമോ, നീ എൻ്റെ വാക്കുകൾ കേൾക്കുമോ എന്നുള്ള രീതിയിൽ ദൈവം ഇന്നും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ ദുഃഖവെള്ളിയാഴ്ചയിൽ എൻ്റെ പ്രിയ കേൾവിക്കാരെ, ശ്രോതാക്കളെ, ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ, ഇങ്ങനെ നിങ്ങളൊരു അനുഭവത്തിലായിട്ടില്ലെങ്കിൽ ദൈവത്തിലേക്കൊന്ന് സമർപ്പിക്കുമോ? വീണുപോയവരെ, എല്ലാത്തവരെ ഈ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശു അഡ്വക്കേറ്റായിട്ട് നമുക്ക് വേണ്ടി ഇരിക്കുന്നു. നമ്മൾ അവനോടൊന്ന് അപേക്ഷിക്കുമോ? തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കും, വലിയൊരു വിടുതൽ തരും. നമ്മളെ എല്ലാ രീതിയിലും ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ചെയ്യും. ഈ ദുഃഖവെള്ളിയാഴ്ച അങ്ങനൊരു ചിന്ത, അങ്ങനൊരു ഓർമ്മ, അങ്ങനൊരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ ചിന്തകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി എന്ന് ചിന്തിക്കുന്നു. യേശു ക്രിസ്തു എങ്ങനെ മരിച്ചു എന്നതിനേക്കാൾ ഉപരിയായിട്ട് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, യാഗമായി തീർന്നു. നമ്മുടെ നിന്ന് അവൻ്റെ ഹൃദയത്തെ തകർത്തു. നമ്മൾ പാപികളും ദോഷികളുമായിരുന്നപ്പോൾ നമ്മുടെ പാപത്തിന് വേണ്ടി അവൻ മരിച്ചു. അതിനാൽ ഈ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ വഴിയിൽ ജീവിക്കുമെന്ന് തീരുമാനിക്കാൻ ദൈവം നമ്മളെ ഇടവരുത്തട്ടെ, സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നീ അനുഗ്രഹിക്കണം. കർത്താവെ, ഞങ്ങൾക്ക് കർത്താവെ പീഡാനുഭവമായിട്ട് ബന്ധപ്പെട്ട് നിൻ്റെ കർത്താവെ ട്രയൽസിനെ കുറിച്ചും അതുപോലെ കർത്താവെ നീ ക്രൂശിൽ മരിച്ചതിനെക്കുറിച്ചും ഒക്കെ ചിന്തിപ്പാനായിട്ട് ഇടവന്നല്ലോ ദൈവമേ. എന്നാൽ ഈ മരണം കൊണ്ട് അവസാനിക്കുന്നില്ല, അതിനുശേഷം ഒരു പുനരുത്ഥാനമുണ്ട്. അവിടെ കർത്താവെ ഞങ്ങൾക്ക് നിത്യമായൊരു വീണ്ടെടുപ്പുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സമർപ്പിക്കുന്നു. കർത്താവിനെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിനെ അറിയുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവനാണ് ലോകത്തിൻ്റെ രക്ഷകൻ, അവനാണ് സകലതും കർത്താവെ നിർവഹിക്കുകയും കർത്താവെ എല്ലാം കർത്താവെ ഈ നാളുകളിലെ അവൻ്റെ കൺട്രോളിലാണ് എന്ന് മനസ്സിലാക്കുവാൻ കർത്താവെ എല്ലാവരെയും സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കും. നിൻ്റെ അടിപ്പിണറാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നല്ലോ. അതുകൊണ്ട് ആ സൗഖ്യം ഏറ്റെടുക്കുവാനായിട്ട് കർത്താവ് വിശ്വാസത്തോട് പ്രാർത്ഥിച്ചത് ഏറ്റെടുക്കാനായിട്ട് ഞങ്ങളെയൊക്കെ സഹായിക്കണമേ, ഇടവരുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുറന്ന് ഇത് വാച്ച് ചെയ്യണം. നാളെ ഈസ്റ്റർ മെസ്സേജാണ് തരുന്നത്. ഈസ്റ്ററിൻ്റെ തലേ ദിവസമാണ്, എന്നാൽ പോലും ഈസ്റ്റർ മെസ്സേജാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.